പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 3-ാം ഇന്നസെന്റ് പാപ്പ പറഞ്ഞു, ഹൗവ വഴി മരണം ലോകത്തിൽ പ്രവേശിച്ചു, മറിയം വഴി ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്തു. ബെനഡിക്റ്റ് 14-ാം പാപ്പ, സകല പ്രസാദവരങ്ങളും മനുഷ്യരാശിയിലേക്ക് പ്രവഹിക്കുന്ന നദിയാണ് മറിയം. വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ബെർണാഡ് എല്ലാ അനുഗ്രഹങ്ങളുടെയും വിതരണക്കാരിയെന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നു. സിസ്റ്റസ് 4-ാം പാപ്പ, അനുഗ്രഹത്തിൻ്റെ അമ്മ, പ്രസാദവരത്തിൻ്റെ മാതാവ് എന്നാണ് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നുവെന്ന് 11-ാം പീസ് പാപ്പ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം നാം കേൾക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ ഭൗതിക ശരീരത്തിലേക്ക് എല്ലാ ആധ്യാത്മിക ദാനങ്ങളും സംവഹിക്കുന്ന കഴുത്താണെന്ന് വിശുദ്ധ ബെർണാഡ് പറയുന്നു. 13-ാം ലിയോ പാപ്പ ഈ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന പ്രസാദവരങ്ങൾക്ക് 3 ഉത്ഭവ സ്ഥാനങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചു. 1, ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് യേശുവിലേക്ക്. 2, യേശുവിൽ നിന്ന് പരിശുദ്ധ അമ്മയിലേക്ക്. 3, പരിശുദ്ധ അമ്മയിൽ നിന്ന് മനുഷ്യനിലേക്ക്. ദൈവമക്കളെ, ദൈവീക പ്രസാദവര സംഭരണിയായ ദൈവമാതാവിലൂടെ സകല പ്രസാദവരങ്ങളും രക്ഷയും കർത്താവ് നൽകും. പരിശുദ്ധാത്മാവ് വന്ന് നമ്മിൽ നിറയും. ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.